ലോകത്ത് ഇന്നും ഉത്തരം ലഭിക്കാത്ത പല ദുരൂഹതകളും നിറഞ്ഞുകിടപ്പുണ്ട്. ബർമുഡ ത്രികോണത്തിൽ തുടങ്ങി ഈജിപ്തിലെ പിരമിഡുകളിൽ വരെ ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ ഇന്ന് വരെ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു വിചിത്രമായ സ്ഥലമാണ് ഈ ഈസ്റ്റർ ഐലൻഡ്. യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഒന്നായി അറിയിച്ചിരിക്കുന്ന ഈ ദ്വീപ് പസഫിക് മഹാസമുദ്രത്തിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ചിലി രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. 1722 ജാക്കബ് റോഗ്വേൻ എന്ന ഡച്ചിലെ പര്യവേഷകനാണ് ആദ്യമായി ഈ ദ്വീപിനെ കണ്ടെത്തിയത്. അയാൾ ഈസ്റ്റർ ദിനത്തിൽ ഈ ദ്വീപിനെ കണ്ടെത്തിയതുകൊണ്ട് ഈ ദ്വീപിന് ഈസ്റ്റർ ഐലൻഡ് എന്ന് പേരിടുകയും ചെയ്തു. എന്നാൽ അതിനു മുൻപ് ഈ ദ്വീപിനെ റപ്പാനോയി എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഈസ്റ്റർ ദ്വീപിന് ഏകദേശം 1400 മൈലുകൾ വരെ ഒരു നിലപ്രദേശം പോലുമില്ല. ഏകദേശം 64 മൈലുകൾ വലിപ്പമുള്ള ഈ ദ്വീപ് ലോകത്തിലെ തന്നെ കയ്യോടിയ ദ്വീപുകളിൽ ഒന്നായി കരുതപ്പെടുന്നു. എന്നാൽ ദ്വീപ് ഇത്രയധികം ശ്രദ്ധിക്കാൻ കാരണം ഈ ദ്വീപ് മുഴുവനുമുള്ള കൽശിലകളാണ്. മനുഷ്യന്റെ തലകൾ പോലെയുള്ള വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച നൂറുകണക്കിന് രൂപങ്ങൾ ഈ ദ്വീപ് മുഴുവനും നിറഞ്ഞു കിടക്കുകയാണ്. ഇവയിൽ ഓരോന്നിന്റെ ഉയരവും ഏകദേശം 10 മീറ്ററുകളും ഭാരം 80 ടണ്ണുമാണ്. 800-നും അധികമായുള്ള ഈ ശിലകളെ ഒരേ സ്ഥലത്ത് 10 മീറ്ററുകൾ ദൂരം വരെ ഈ ദ്വീപ് മുഴുവനും കാണാം. ഈ ദ്വീപിന്റെ ശിലകളെക്കുറിച്ചും അവിടെ ജീവിച്ചിരുന്നതായി പറയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാരെക്കുറിച്ചും ചില കഥകളും പറയപ്പെടുന്നുണ്ട്. ഈസ്റ്റർ ദ്വീപിന് പറയപ്പെടുന്ന ചരിത്രങ്ങൾ പ്രകാരം 400 കാലഘട്ടങ്ങളിൽ പോളിനേഷ്യൻ എന്ന ഗോത്രവിഭാഗത്തിലെ ജനങ്ങളാണ് ഈ ദ്വീപിനെ ആദ്യമായി കണ്ടെത്തിയത്. ഈ ദ്വീപിലേക്ക് വള്ളങ്ങളിൽ വന്ന പോളിനേഷ്യൻ വിഭാഗത്തിലെ ഗോത്രവർഗ്ഗക്കാർ ഈ ദ്വീപിനെ കണ്ടെത്തിയതിനു ശേഷം തുടർന്ന് പോകാൻ കഴിയാത്തതുകൊണ്ട് ഈ ദ്വീപിൽ തന്നെ തങ്ങിയതായി പറയപ്പെടുന്നു. അങ്ങനെ ആ ദ്വീപിൽ കുടിയേറ്റം നടത്തിയ ജനങ്ങളിൽ 2 വിഭാഗക്കാർ ഉണ്ടായിരുന്നു. അതിൽ ഒരു വിഭാഗം ഉയർന്ന വർഗവും മറ്റു വിഭാഗം അവർക്ക് ജോലി ചെയ്യുന്നവരുമായിരുന്നു. അവയിൽ നീളമുള്ള കാതുള്ളവർ ഉയർന്ന വിഭാഗമെന്നും ചെറിയ കാതുള്ളവർ രണ്ടാമത്തെ വിഭാഗമെന്നും അനുമാനിക്കുന്നുണ്ട്. കാരണം ഇവിടെയുള്ള ശിലകളിൽ നീണ്ട കാതുള്ള രൂപങ്ങളും ചെറിയ കാതുള്ള രൂപങ്ങളുമുണ്ട്. ഈ ദ്വീപിൽ കണ്ടെത്തിയ അസ്ഥികൂടങ്ങളെ വെച്ച് അവ പോളിനേഷ്യൻ വിഭാഗത്തിലെ ജനങ്ങളെന്ന് ഊർജിതപ്പെടുത്തുകയും ചെയ്തു. ഈ ഈസ്റ്റർ ദ്വീപിലെ ജനങ്ങൾക്ക് സ്വയം ഒരു എഴുത്തു ഭാഷയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ അക്ഷരങ്ങളോ ഭാഷയോ മറ്റു ഗോത്രവിഭാഗക്കാർക്ക് പോലും അറിയില്ല. ഒരു ചരിത്രക്കുറിപ്പുകളിൽ പോലും ഈ അക്ഷരഭാഷയെക്കുറിച്ചുള്ള ഒരു തെളിവ് പോലുമില്ല. എന്നാൽ ഈ ദ്വീപിലുണ്ടായിരുന്ന ജനങ്ങൾ അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ കാരണമോ ഭക്ഷണക്ഷാമം കാരണമോ നശിച്ചു പോകാനാണ് സാധ്യതകൾ എന്നാണ് ഗവേഷകർ പറയുന്നത്. എന്നാൽ 14-15 നൂറ്റാണ്ടുകളിൽ ഫ്രഞ്ച്, ബ്രിട്ടീഷ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഈ ദ്വീപിലേക്ക് വന്ന് ഈ ദ്വീപിലുണ്ടായിരുന്ന ജനങ്ങളെയൊക്കെയും തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് അടിമകളാക്കി കൊണ്ടുപോയിട്ടുണ്ടാകും എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇവയൊക്കെയും പലരുടെയും അനുമാനങ്ങളാണ്. യഥാർത്ഥത്തിൽ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ശരിക്കുള്ള ഉത്തരങ്ങൾ ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് ഇത്രയും വലിയ കൽശിലകളെ നിർമ്മിച്ചത്? അതും ഒരു സ്ഥലത്തല്ലാതെ എന്തിനാണ് പല സ്ഥലങ്ങളായി വെച്ചിരിക്കുന്നത്? ഈ വലിയ ശിലകളൊക്കെയും അവിടെ ഉണ്ടായിരുന്ന അഗ്നിപർവ്വതത്തിലെ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവയെ അവിടെ നിന്നും നിർമ്മിച്ചു കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് നിരന്തരമായി അടുക്കി വെക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ കുറച്ച് ശിലകളെ കൊണ്ടുവന്ന് അടുക്കുകയും ചെയ്തു. എന്നാൽ ബാക്കിയുള്ളവയെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവ പല സ്ഥലങ്ങളായിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ ഇവ അന്യഗ്രഹത്തിൽ നിന്നും കൊണ്ടുവന്ന കല്ലുകൾ കൊണ്ട് അന്യഗ്രഹ ജീവികളുടെ സഹായത്തോടെ നിർമ്മിച്ചതായി പറയപ്പെട്ടു. ഇത്രയും വലിയ കൽശിലകളെ എങ്ങനെയാണ് ചലിപ്പിച്ചത് എന്ന ദുരൂഹമായ സംശയം പലർക്കും ഉണ്ടായ സമയത്താണ് അമേരിക്കയിലെ ഒരു ഗവേഷകൻ ഒരു ചെറിയ ശിലയെ 330 അടി വരെ ചലിപ്പിച്ച് ഈ സംശയത്തിനുള്ള ഉത്തരം നൽകി. എന്നാലും ഈ ശിലകളെ എന്തിനാണ് നിർമ്മിച്ചത് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തുതന്നെയാലും ഈ ഈസ്റ്റർ ദ്വീപിനെ കുറിച്ചുള്ള ദുരൂഹതകൾ ഇനിയും തുടർന്നുകൊണ്ട് തന്നെയിരിക്കുന്നു. ഈ ന്യൂസ് നിങ്ങളെവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ പുതിയ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.